നമസ്കാരം, V9 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. തമിഴ്നാടിനെയും കേരളത്തെയും ഒരേപോലെ ഭീതിയിലാഴ്ത്തിയ കുപ്രസിദ്ധ കുറ്റവാളി 36-കാരൻ ബാലമുരുകൻ വിയ്യൂർ അതിസുരക്ഷാ ജയിൽ മുറ്റത്ത് നിന്ന് രക്ഷപ്പെട്ടതിന്റെ ഞെട്ടൽ മാറാതെ തമിഴ്നാട് പോലീസ് വിയ്യൂരിൽ നിന്ന് കടന്നത് ജയിലിന് സമീപത്തെ വീട്ടിലെ ബൈക്ക് മോഷ്ടിച്ച ബൈക്കിൽ താക്കോലും ടാങ്കിൽ നിറയെ പെട്രോളും 5 കൊലപാതകമടക്കം 53 കേസുകളിലെ പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നതായി സൂചന. തമിഴ്നാട്ടിലെ ഗുണ്ടാ നേതാവ്, ആളുകളെ ആക്രമിച്ച് പണം തട്ടുന്ന വ്യക്തി, ഊർജിത അന്വേഷണവുമായി പോലീസ്. കാട്ടുകൊമ്പന്റെ കുറുമ്പിൽ വാഹന ഗതാഗതം സ്തംഭിച്ചത് മണിക്കൂറുകൾ. ചാലക്കുടി അതിരപ്പള്ളി റൂട്ടിലാണ് കൊമ്പൻ വില്ലനായത്. അതിരപ്പള്ളി വെറ്റിലപ്പാറ ചിക്ലായി പെട്രോൾ പമ്പിന് സമീപമായിരുന്നു കാട്ടുകൊമ്പന്റെ നിൽപ്പ് വീതി. വാഹനനിര ഇരുദിശയിലും കിലോമീറ്ററുകൾ നീണ്ടതോടെ സ്വയം പിൻവാങ്ങി കൊമ്പൻ. വാർത്താവിശേഷം V9 സ്പെഷ്യലിൽ. സംസ്ഥാനത്ത് പെരുമഴയുടെ ആശങ്ക ദിനങ്ങൾ. ഞായറാഴ്ചയോടെ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ ആൻഡമാൻ കടൽ, നിക്കോബാർ ദ്വീപിൽ കാലവർഷമെത്തും. മെയ് 31 കേരളത്തിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു. സംസ്ഥാനത്ത് 7 ദിനം ഇനി പെരുമഴക്കാലം. അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. വിരുന്നെത്തുന്നത് രോഗങ്ങളുടെയും കാലം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത നാട്. വടക്കാഞ്ചേരി നഗരസഭയിൽ പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യജ്ഞങ്ങളുടെയും യാഗങ്ങളുടെയും പുണ്യഭൂമിയായ പാഞ്ഞാളിൽ ഐശ്വര്യനിറ കാഴ്ചയായി തോട്ടത്തിൽ മനയിൽ മഹാകിരാത രുദ്രയജ്ഞത്തിന് കൊടിയിറക്കം. ശനിയാഴ്ച മിനി പൂരാരവ നിറവിലായി യജ്ഞഭൂമി. വേട്ടേക്കരന്റെ എഴുന്നള്ളിപ്പിൽ അണിനിരുന്നത് 7 കരിവീരന്മാർ. പരക്കാട് തങ്കപ്പന്മാരാരുടെ വാദ്യവിസ്മയം. മട്ടന്നൂർ ത്രയം ട്രിപ്പിൾ തായമ്പകയിൽ ഒരുക്കിയത് മതിവരാ കാഴ്ച. വിശ്വാസ സാഗരത്തിലലിഞ്ഞ ജനങ്ങൾ. മുളങ്കുന്നത്തുകാവ് കോഴിക്കുന്നിൽ വന്യജീവി വിഹാരത്തിൽ നഷ്ടപ്പെട്ട വിലപ്പെട്ട ഒരു ജീവൻ കൂടി. കോഴിക്കുന്ന് വായനശാല പരിസരത്തെ വളവിൽ കാട്ടുപന്നി റോഡിന് കുറുകെ ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞു. ഓട്ടോക്കടിയിൽപ്പെട്ട ഡ്രൈവർക്ക് ദാരുണാന്ത്യം. 56-കാരൻ ആൻഡുവാണ് ദുരന്തത്തിനിരയായത്. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. 17-കാരൻ ആര്യനാണ് മരണമടഞ്ഞത്. ചെറുപ്രായത്തിൽ മാതാപിതാക്കളെ നഷ്ടമായ കുഞ്ഞു സഹോദരങ്ങളിൽ ഒരാളുടെ മരണം. നാടിന് തീരാവേദന. വടക്കാഞ്ചേരി മംഗലത്ത് ആന്ധ്ര സ്വദേശിയെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ബോച്ചെ ചായലയ്ക്കൊപ്പം സമ്മാന കൂപ്പൺ വിതരണം. വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ്. വയനാട് ജില്ലാ അസിസ്റ്റന്റ് ലോട്ടറി ഓഫീസറുടെ പരാതിയിൽ കേസെടുത്തത് മേപ്പാടി പോലീസ്. ബോച്ചെ ഭൂമിപത്ര എന്ന കമ്പനിയുടെ പേരിലാണ് ചായപ്പൊടിക്കൊപ്പം സമ്മാന കൂപ്പൺ നൽകിയത്. കൊരട്ടിയിൽ മാരകായുധങ്ങളുമായി വീടുകയറി യുവാവിന്റെ ആക്രമണം. കൊരട്ടി പഞ്ചായത്ത് മുൻ മെമ്പറും CPM ബ്രാഞ്ച് സെക്രട്ടറിയുമായ സിന്ധു ജയരാജിന്റെ വീടിന് നേരെയാണ് ബന്ധുവായ യുവാവിന്റെ ആക്രമണം. വീട്ടുമുറ്റത്തെ കാർ തകർത്തു. വീടിന്റെ ജനൽ ചില്ലുകളും അടിച്ചുടച്ചു. പാറക്കൂട്ടം സ്വദേശി അശ്വിൻ പിടിയിൽ. യുവാവ് ലഹരിക്കടിമയെന്ന് പോലീസ്. ആക്രമണ ദൃശ്യങ്ങൾ V9 ന്യൂസിന്. കാപ്പ നിയമം ലംഘിച്ച നാട്ടിലെത്തിയ 18ഓളം കേസുകളിലെ പ്രതി കയ്പമംഗലം പോലീസ് പിടിയിൽ. ചന്ദ്രാപിന്നി കണ്ണനാംകുളം സ്വദേശി സൂരജാണ് പിടിയിലായത്. പെൺവാണിഭ കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പ്രവാസി വ്യവസായിയിൽ നിന്ന് 2.5 കോടി രൂപ തട്ടിയെടുക്കാൻ ശ്രമം. കൊച്ചി സ്വദേശിയും വിവരാവകാശ പ്രവർത്തകനുമായ 39-കാരൻ തൃശൂരിൽ പിടിയിൽ. ബോസ്കോ കളമശ്ശേരിയാണ് അറസ്റ്റിലായത്. അന്തർദേശീയ മ്യൂസിയം ദിനം. തൃശൂർ മ്യൂസിയം മൃഗശാലയിൽ വിവിധ പരിപാടികൾ. ബോധവൽക്കരണ ക്ലാസ് നടന്നു. കലാമണ്ഡലം ഹരിഹരനും സംഘവും മിഴാവിൽ തായമ്പക തീർത്തു. മ്യൂസിയങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ പൊതുജനങ്ങളുമായി പങ്കിടുക ദിനാഘോഷ ലക്ഷ്യം. അന്താരാഷ്ട്ര യോഗാ ദിനം. രാജ്യം മുഴുവൻ പരിപാടി. അഖിലേന്ത്യാ തലത്തിൽ പരിപാടികളുടെ ഭാഗമാകാൻ ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രവും ന്യൂഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയുടേതാണ് തിരഞ്ഞെടുപ്പ്.
സംഘടനാ കരുത്ത് വിളിച്ചോതി SFI വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം. സർവീസ് സഹകരണ ബാങ്കിൽ സമ്മേളന പരിപാടികൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ജിഷ്ണു ഷാജി ഉദ്ഘാടനം ചെയ്തു.